myclass.com. Our next topic, parameter in applets. നമ്മൾ ആപ്ലെറ്റ് ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ഒരു ആപ്ലെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ലൈഫ് സൈക്കിൾ, അതിന്റെ സ്കെലിറ്റൺ, ആൻഡ് ഓൾസോ ഹൗ ടു റൈറ്റ് എ ആപ്ലെറ്റ് പ്രോഗ്രാം ആൻഡ് ഹൗ ടു എക്സിക്യൂട്ട് ഇറ്റ്, അല്ലെ? ഇതെല്ലാം നമ്മൾ നോക്കിയതാണ്. അതിന് ശേഷമായിട്ട് നമുക്കിനി പറയാനുള്ളത്, നമുക്ക് പാരാമീറ്റേഴ്സ് നമുക്കൊരു ആപ്ലെറ്റിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. അഥവാ നമ്മളിപ്പോൾ പാരാമീറ്റർ, നമ്മളിപ്പോൾ ഫംഗ്ഷനൊക്കെ പാരാമീറ്റർ പാസ് ചെയ്യുന്ന മാതിരി നമുക്കൊരു വാല്യൂ നമ്മുടെ ആപ്ലെറ്റിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അവിടുന്ന് ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് അങ്ങോട്ട് പാസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആപ്ലെറ്റ് കോഡ് എഴുതുമ്പോൾ നമ്മളിവിടെ ആപ്ലെറ്റ്, നമ്മുടെ ഇവിടെ പേരെന്താണ്, യൂസ് പരം ആണ്. അപ്പോൾ യൂസ് പരം ഡോട്ട് ക്ലാസ്, വിഡ്ത്ത് 300 ആൻഡ് ഹൈറ്റ് 300 വെച്ചു. ഇനി നമ്മൾ ഈ ഒരു രീതിയിലാണ് പാരാമീറ്റർ നെയിം കൊടുക്കുക. പാരം നെയിം, ഇവിടെ ഏതാണോ പാരാമീറ്റർ പാസ് ചെയ്യുന്നത് അത്, എന്നിട്ട് അതിന്റെ വാല്യൂ. അപ്പൊ നമുക്കത് റൺ ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ ആയിരിക്കും അങ്ങോട്ട് പാസ് ചെയ്യുക. അപ്പൊ ഈ വാല്യൂ നമുക്ക് ഡൈനാമിക്കലി ഒക്കെ കൊടുക്കാം. ഇപ്പൊ നമ്മളൊരു ഫോമിൽ നിന്ന് ആപ്ലെറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ഫോമിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് എൻട്രി ചെയ്തെങ്കിൽ, നമ്മളൊരു നെയിം എൻട്രി ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊരു കാർഡ് നമ്പർ എൻട്രി ചെയ്തെങ്കിൽ, എന്നിട്ട് നമ്മൾ സബ്മിറ്റ് അടിച്ചാൽ ദിസ് കാർഡ് നമ്പർ, ഈ കാർഡ് നമ്പറിലാണ് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു മെസ്സേജ് ഒക്കെ ആപ്ലെറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും നമ്മളെ വെബ്സൈറ്റ് ജാവയിലാണെങ്കിൽ. അപ്പൊ അതുപോലെ നമുക്കിപ്പോ ഒരു ബട്ടന്റെ, അത് കുറച്ചുകൂടെ അധികം പറയാണ്ട്, ഈവൻ ഹാൻഡ്ലിംഗ് ഒക്കെ പറയാണ്ട് ബട്ടൺസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പാരാമീറ്റർ എങ്ങനെ പാസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് യൂസ് പരം എക്സ്റ്റെൻഡ് ആപ്ലെറ്റ്, അതിൽ പെയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പെയിന്റിലാണ് നമ്മളത് എഴുതുക. അപ്പൊ ആ പെയിന്റില് എന്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഗെറ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു സ്ട്രിംഗ് വാല്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്ട്രിംഗ് നെയിം ജസ്റ്റ് str ഈക്വൽ ടു ഗെറ്റ് പാരാമീറ്റർ, ദാറ്റ് ഈസ് ദ ഗെറ്റ് പാരാമീറ്റർ. അവിടെയാണ് നമ്മൾ ആ പാരാമീറ്ററിന്റെ നെയിം കൊടുക്കുക. എവിടെയാണ് നമ്മൾ പാരാമീറ്ററിന്റെ നെയിം കൊടുക്കുക, ഇവിടെ ജസ്റ്റ് സെയിം മെസ്സേജിന്റെ ഒരു മെസ്സേജാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പേര് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പാരാമീറ്ററിന്റെ പേര്. ഇനി അതാണ് നമ്മളിനി ഡ്രോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചുമ്മാ വെൽക്കം എന്ന് ഡ്രോ ചെയ്തു, പക്ഷെ ഇതിനി പാരാമീറ്റർ വഴിയാണ് നമ്മളിത് ഇനി ഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജി ഡോട്ട് ഡ്രോ സ്ട്രിംഗ്. അപ്പൊ നമ്മൾ ആ ഒരു പാരാമീറ്റർ str-ലേക്കാണ് കൊടുത്തത്. സ്ട്രിങ് str കോമ, അത് എത്ര ഒരു ഹൈന്റെ വിഡ്ത്തും ഹൈറ്റ്, ഇപ്പൊ 50,50 നമ്മൾ കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിപ്പോ ഒരു പാരാമീറ്റർ പാസ് ചെയ്യുക. ഇപ്പൊ ഗെറ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പാരാമീറ്റർ നമ്മൾ എടുക്കണം. അപ്പൊ ആ പേരാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ പാരാമീറ്റർ മെസ്സേജ് കൊടുത്തു. ഇതാണ് നമ്മുടെ പാരാമീറ്ററിന്റെ പേര്. അപ്പൊ അതിവിടെ കൊടുത്തു. ഇനിയിപ്പോ അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വെൽക്കം ടു ആപ്ലെറ്റ് എന്ന് നമ്മൾ ചുമ്മാ ഒരു വാല്യൂ കൊടുത്തു. അപ്പൊ ഈ ഒരു വാല്യൂ ഈ പാരാമീറ്ററിലേക്ക് പാസ് ചെയ്തിട്ട് അത് നമുക്ക് ഈ ആപ്ലെറ്റിൽ ഡ്രോ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ആപ്ലെറ്റിലെ പാരാമീറ്റർ പാസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു, ഇവിടെ നമുക്കൊരു പാരം നെയിം എന്ന് പറഞ്ഞിരിക്കുന്ന ടാഗില് നമ്മൾ ഏതാണ് പാരാമീറ്ററിന്റെ നെയിം അത് കൊടുത്തു, അതിന്റെ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡൈനാമിക്കലി വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂവിന്റെ അവിടത്താണ് കൊടുക്കുക. അപ്പൊ നമ്മൾ ബട്ടൺ ഡോട്ട് വാല്യൂ, അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത ബട്ടന്റെ വാല്യൂ, അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ വാല്യൂ ഒക്കെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആപ്ലെറ്റ് ടാഗ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇവിടെ പെയിന്റിൽ നമ്മൾ ഗെറ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡിൽ നമ്മുടെ പാരാമീറ്ററിനെ എടുത്തു, അത് str-ലേക്ക് കൊടുത്തു അതിന്റെ വാല്യൂ. ആ str ഇവിടെ ഡ്രോ സ്ട്രിംഗ് ഫോർ ഡ്രോയിങ് എ സ്ട്രിംഗ് ഇൻ ദ ആപ്ലെറ്റ് വിൻഡോ നമ്മൾ അവിടെ കൊടുത്തു. ഇനി നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ആപ്ലെറ്റ് വ്യൂവർ വെച്ചിട്ട് അത് വ്യൂ ചെയ്യാൻ പോവാണ്. ആപ്ലെറ്റ് വ്യൂവർ യൂസ് പരം ഡോട്ട് ജാവ. So this is our applet. See, so welcome to applet that we have passed through a parameter name msg. വെൽക്കം ടു ആപ്ലെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇതിലേക്ക് നമ്മൾ ഒരു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തു. നേരത്തെ നമ്മൾ ചുമ്മാ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പ്രീവിയസ് വീഡിയോയിൽ ഇത് നമ്മളൊരു ത്രൂ പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്തു. ഇനിയിപ്പോൾ ആ പാരാമീറ്ററിലേക്ക് ഏത് വാല്യൂ കൊടുക്കണം എന്ന് നമുക്ക് ആ വാല്യൂയുടെ അടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ വാല്യൂ ഇവിടെ നമ്മൾ വെൽക്കം ടു ആപ്ലെറ്റ് എന്ന് കൊടുത്തുകൊണ്ടാണ് അത് വന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ബട്ടന്റെ വാല്യൂ ആണ്, ആ ഒരു ഏത് പ്രോഗ്രാമിൽ നിന്നാണോ വരുന്നത് അതിന്റെ ബട്ടന്റെ വാല്യൂ, അങ്ങനെയൊക്കെ പല രീതിയിലും കൊടുക്കാം. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. ദിസ് ഈസ് എ സിമ്പിൾ ആപ്ലെറ്റ് പ്രോഗ്രാം വിത്ത് പാരാമീറ്റർ. താങ്ക് യു.